ആലുവയിൽ വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് ഹോർഡിംഗ്സ് ഉണ്ടാകുന്നു. UDF ജയിക്കും, സതീശൻ നയിക്കുമെന്നാണ് ഹോർഡിംഗ്സിലെ വാചകം. ആലുവ തോട്ടുമുക്കം ഭാഗത്ത് കെട്ടിടത്തിന് മുകളിലാണ് വലിയ ഫ്ലെക്സ് ഉയർന്നത്. എന്നാൽ പ്രാദേശിക പ്രവർത്തകരുടെ വികാരമാണ് ഫ്ലെക്സിന് പിന്നിലെന്നും നേതാക്കളോട് ആലോചിച്ച് ഫ്ലെക്സ് മാറ്റുന്നതിൽ തീരുമാനമെടുക്കുമെന്നും കീഴ്മാട് മണ്ഡലം പ്രസിഡന്റ് ഷറഫുദ്ദീൻ പറയുന്നു. പ്രാദേശികമായിട്ടുള്ളവരാണ് വച്ചതെന്നുള്ളതാണ് അറിഞ്ഞത്. അത് താഴേക്കടയിലുള്ള നമ്മുടെ ബൂത്ത് പ്രസിഡന്റ്മാർ അങ്ങനെയുള്ള മറ്റുള്ളവരൊന്നും അല്ല. താഴേക്കടയിലുള്ള ഒരു പ്രാദേശികമായിട്ട് കൂടി വച്ചേക്കുന്ന ഒരു പോസ്റ്ററാണത്. നമുക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാദേശികമായിട്ട് നമ്മൾ നയിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ പേരുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനമുണ്ട് ഈ കാര്യത്തിൽ. നമ്മൾ എത്രയൊക്കെ ആഞ്ഞു പിടിച്ചാൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം അനുസരിച്ചാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകുള്ളൂ. പിന്നെ പ്രാദേശികമായിട്ട് ഓരോരുത്തർക്കും ഓരോ വികാരങ്ങളുണ്ട്. ഇന്ന ആളാവണം എന്നുള്ള വികാരമുണ്ട്. പ്രത്യേകിച്ച് വി.ഡി. സതീശനെ സംബന്ധിച്ച് പറയുമ്പോൾ നിലപാടെടുത്ത് പോകുന്ന നേതാവ് എന്ന നിലയിൽ ആളുകൾക്ക് വലിയൊരു താല്പര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ചെന്നിത്തലയോടും താല്പര്യമുള്ള ആളുകളുണ്ട് ആലുവയെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ 5 വർഷം മുമ്പ് രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അതിനുശേഷം വന്നപ്പോൾ നമുക്ക് ഭരണം കിട്ടിയില്ല. പിന്നീട് വന്ന ബൈ ഇലക്ഷനിലടക്കം മറ്റുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ നയിച്ചത് വി.ഡി. സതീശനാണ്. വളരെ ഏറ്റവും ഉജ്ജ്വലമായ വിജയമാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു വികാരം സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് അവർ പ്രകടിപ്പിക്കും. പ്രത്യേകിച്ച് ജനാധിപത്യ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് പറ്റില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. മറ്റേതെങ്കിലും പാർട്ടിയിലാണെങ്കിൽ ഒരു 2 കഷ്ണം എന്നുള്ള മാറ്റി നിർത്താൻ പറ്റും. നമുക്കത് എല്ലാവരും ചേർത്ത് പിടിച്ച് നമ്മൾ പോകേണ്ട വരും. പ്രതികരണങ്ങൾ പാടില്ല എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശമുണ്ടായിരുന്ന സാഹചര്യത്തിലും പ്രാദേശികമായിട്ട് ഇങ്ങനെ ഒരു വികാരം ഉയരുന്നത് ഒരു നല്ല സൈനാണ്. അല്ല, അത് വികാരം നല്ലതല്ല. പക്ഷെ നമ്മൾ പ്രാദേശികമായിട്ട് നമ്മുടെ നേതാക്കന്മാരുമായി നമ്മൾ ബന്ധപ്പെട്ട് ഫ്ലെക്സ് മാറ്റണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുത്ത് നമ്മൾ മുന്നോട്ട് പോകും. ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം അംഗീകരിക്കുന്നില്ല എന്നുള്ളതിനോട് ഒരു സൂചന കൂടിയാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനം എല്ലാവരും അംഗീകരിച്ച് തന്നെ പോവുള്ളൂ. ഇപ്പൊ ഒരു ഫ്ലെക്സ് വെച്ചെന്ന് വെച്ചാൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് പറയാൻ പറ്റുമോ? അത് ഹൈക്കമാൻഡ് എന്താണോ തീരുമാനിക്കുക അത് അങ്ങനെ നടക്കുള്ളൂ. അതിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവൂല. ആജ്ഞ രവീന്ദ്രൻ തന്നെ ചേരുന്നു. ആജ്ഞ, എറണാകുളം വി.ഡി. സതീശന്റെ ജില്ലയാണ്. ആലുവ അദ്ദേഹത്തിനൊക്കെ സ്വാധീനമുള്ള കൂടുതൽ മേഖലകൾ ഉൾപ്പെടുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തായി ഇത്തരം ഫ്ലെക്സുകൾ വരുന്നുണ്ട്. മലപ്പുറത്ത് വന്നു, ഇന്നലെ തവനൂർ വന്നു, ഇതാ ഇപ്പോൾ ആലുവയിൽ ഉണ്ടാകുന്നു, മറ്റിടങ്ങളിലുണ്ട്. അപ്പോൾ ഈ സതീശനെ അനുകൂലിക്കുന്നവർ ആ തരത്തിൽ നീക്കം നടത്തുന്നു, മറിച്ച് മറ്റൊരു വിഭാഗവും. ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന്റെ പ്രതികരണം, ഇത്തരം പ്രതികരണങ്ങളൊക്കെ, ഇത്തരം ഹോർഡിങ്സുകളൊക്കെ സ്വാഭാവികമാണ്. അത്തരം വൈകാരിക പ്രതികരണം ഉണ്ടാകുമെന്നതാണ്. എന്താണ് ഇതിൽ വി.ഡി. സതീശൻ ക്യാമ്പിന്റെ ഒരു നീക്കം? ഇതെവിടെയാണ് ഈ ഫ്ലെക്സ് അവിടെ പ്രത്യക്ഷപ്പെട്ടേക്കുന്നത്? സജിത്ത്, ആലുവ കീഴ്മാട് ഭാഗത്താണ് നമുക്ക് ഈ ഫ്ലെക്സ് കാണാൻ കഴിയുന്നത്. നമുക്ക് ആ ഫ്ലെക്സിൽ തന്നെ കാണാം UDF ജയിക്കും, വി.ഡി. സതീശൻ നയിക്കും എന്നുള്ളതാണ് അതിന്റെ ക്യാപ്ഷൻ തന്നെ. വലിയൊരു ഹോർഡിംഗ് ആണ് അത്. വളരെ ദൂരത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഹോർഡിംഗ് തന്നെയാണ്. അത് കീഴ്മാട് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെയാണ് അത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമ്മളവിടെ മണ്ഡലം പ്രസിഡന്റ് പ്രതികരിച്ച് നമ്മൾ കേട്ടതാണ്, ഇത് പ്രാദേശിക വികാരം മാത്രമാണ്, അവർ അറിഞ്ഞിട്ടല്ല ഒരു ഫ്ലെക്സ് വെച്ചതെന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. മാത്രമല്ല മറ്റു നേതാക്കളോട് ആലോചിച്ച് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നാണ് നമുക്ക് നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്, അതായത് മാറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ച ശേഷം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം സജിത്ത് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള കാര്യത്തിൽ, അതായത് പെട്ടിയിൽ വിജയവോട്ട് വീഴുമെന്നുള്ള തോന്നലുണ്ടായപ്പോൾ മുതൽ UDF ക്യാമ്പുകൾക്കും പ്രത്യേകിച്ചും കോൺഗ്രസ് ഈ ഒരു നീക്കത്തിലാണ്. വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ ഒരു സ്ഥലത്ത്, രമേശ് ചെന്നിത്തല, ഈ 3 ആളുകളുടെയും വികസന പദ്ധതികളുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ വികസന പദ്ധതികൾ. രമേശ് ചെന്നിത്തലയാകട്ടെ പോഡ്കാസ്റ്റ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയും, അദ്ദേഹം സ്വപ്നം കാണുന്ന വികസന പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ. അതുപോലെ കെ.സി. വേണുഗോപാലിനെ കുറിച്ചുള്ള ജീവചരിത്രം ഉൾപ്പെടെയുള്ള ഡോക്യുമെന്ററി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വി.ഡി. സതീശന്റെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ പുസ്തക രൂപത്തിലാകുന്നു. തുടങ്ങിയ ഈ 3 നേതാക്കളെയും ലക്ഷ്യമിട്ട് ഈ 3 നേതാക്കളും തങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ, മാത്രമല്ല തങ്ങളോടൊപ്പം കൂട്ടാനുള്ള MLA-മാരുടെ കണക്ക് വരെ ഇതിനകം എടുത്തു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ മറ്റൊരു കാരണങ്ങളാണ്. സൈബർ ഇടങ്ങളിൽ അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, അത്തരം ചർച്ചകൾ ഉണ്ടാകുന്നു. നേരത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വരെ ഹൈക്കമാൻഡ് ഒരുപക്ഷെ വായ പൂട്ടുമെന്ന് പേടിച്ചിട്ട് മിണ്ടാതിരുന്ന ഗ്രൂപ്പ് പോരൊക്കെ അതിനുശേഷം അങ്ങിങ്ങായിട്ട് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് വരികയാണ്. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രകടമായി തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് പോരുകൾ, ഇത്തരത്തിലുള്ള തങ്ങളുടെ താല്പര്യങ്ങൾ ഒക്കെ ഉയർന്നു വരികയാണ്. ഹോർഡിംഗ്സുകളായിട്ടും അതല്ലെങ്കിൽ സൈബർ ഇടത്തിൽ മറ്റ് ചർച്ചകളും ഒക്കെ ആയിട്ട് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്, എന്താണ് അത് ഹൈക്കമാൻഡ് തന്നെ തീരുമാനിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും
ഇത്തരത്തിൽ ആരാണ് തങ്ങൾക്ക് യോഗ്യനായിട്ടുള്ള മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൽ വിവിധ ഘട്ടങ്ങളായി തിരിഞ്ഞുള്ള ചർച്ചകൾ രൂക്ഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പ്രതിപക്ഷത്തെ ഇപ്പോൾ ഇവിടെ കിഴിമാട് മണ്ഡലം കമ്മിറ്റിയിലെത്തിയപ്പോൾ അവർ പറയുന്ന സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങേയറ്റം വീക്കായിരുന്ന ഒരു പ്രതിപക്ഷമായിരുന്നിട്ട് കൂടി ഒരു പുതുമുഖത്തെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും പ്രതിപക്ഷ നേതാവിന് മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ സർക്കാർ LDF സർക്കാരിന് പോകേണ്ടി വന്നു. പലതിനും VD സതീശന് മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നില്ലേ? ആ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ആയിരിക്കണ്ടേ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ചരിത്രം നമുക്ക് അറിയാം, കോൺഗ്രസിന് ഇല്ല എന്നുള്ളതും നമുക്കറിയാം. ഓരോ ഘട്ടത്തിൽ പോലും ആദ്യഘട്ടത്തിൽ പോലും പട്ടം താണുവിള മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യം, PSPയുടെ നേതാവ് മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യത്തിൽ പോലും ആദ്യത്തെ കോൺഗ്രസിന് അന്ന് 84 സീറ്റ് കിട്ടുമ്പോൾ 63 സീറ്റും കോൺഗ്രസിനായിട്ട് പോലും അന്നൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. VT ചാക്കോ പ്രതിപക്ഷ നേതാവായിരുന്നു, അതുണ്ടായിരുന്നില്ല. എന്തായാലും ആലുവയിലാണ് ഇപ്പോൾ ഈ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആലുവയിൽ VD സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഫ്ലെക്സ് യുദ്ധങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ, സൈബർ ഇടങ്ങളിൽ എല്ലാം നേതാക്കൾ ഞങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രിയാവണമെന്ന വാദമുയർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ സജീവമാണ്. ഇതാരും നിഷേധിക്കുന്നില്ല എന്നതാണ്, കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല എന്ന് മാത്രം. രസകരമായ കൗതുകമായ ചർച്ചകളാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പും കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.